പാലാ മുത്തോലിയിൽ കഞ്ചാവ് ഇടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ടുപേർക്കെതിരെ പാലാ എക്സൈസ് കേസെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പാലാ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബി ദിനേശിന്റെ നേതൃത്വത്തിൽ ഊർജിത അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പാലാ എക്സൈസ് റേഞ്ച് ടീം അംഗങ്ങൾ എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പെട്രോളിംഗിൽ മുത്തോലി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഗഞ്ചാവ് കണ്ടെടുത്തതായി ബന്ധപ്പെട്ട് മുത്തോലി വലിയ വീട്ടിൽ പാച്ചൻ എന്ന് വിളിക്കുന്ന VS അനിയൻ ചെട്ടിയാർ എന്നയാളെ ഒന്നാം പ്രതിയായും JNVR എന്നയാളെ രണ്ടാം പ്രതിയായും പാലാ എക്സൈസ് ഓഫീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു. 4 പാക്കറ്റുകളിലായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 30 ഗ്രാം കഞ്ചാവ് സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടെടുത്തു. ഒന്നാം പ്രതിയെ സംഭവ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും രണ്ടാം പ്രതി സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുത്തോലിയിലുള്ള മാടക്കടകളിലും ബജ്ജിക്കടകളുടെയും മറവിൽ പാക്കറ്റിന് 500 രൂപ നിരക്കിലായിരുന്നു ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. എക്സൈസ് പാർട്ടിയെ മുത്തോലി ഭാഗത്ത് വെച്ച് കണ്ട രണ്ടാം പ്രതി ജയൻ ഒന്നാം പ്രതിയായ അനിയൻ ചെട്ടിയാർക്ക് കഞ്ചാവ് പെട്ടെന്ന് കൈമാറിയ ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. രണ്ടാം പ്രതി ജയനെതിരെ മുൻപും കഞ്ചാവ് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് എക്സൈസിൽ കേസുകളുണ്ട്. കൂടാതെ പോലീസിൽ നിരവധി ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതിയാണ്. രണ്ടാം പ്രതിയായ ജയൻ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ബൈക്കും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയാണ് ഇയാൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് നാട്ടിലെത്തിക്കുന്നത്. മുത്തോലിയിലുള്ള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ബ്രില്യന്റ് സ്റ്റഡി സെന്റർ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസര പ്രദേശങ്ങളിലും യുവാക്കൾക്കിടയിൽ ഇവർ നടത്തിവന്നിരുന്ന കഞ്ചാവ് വിൽപ്പന 1985 NDPS ആക്ട് പ്രകാരം അധിക ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യവുമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പാലാ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബി ദിനേശിന്റെ നേതൃത്വത്തിൽ ഊർജിത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ KV, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയദേവൻ, ഹരികൃഷ്ണൻ, രഞ്ജു രവി, സിവിൽ എക്സൈസ് ഓഫീസർ സുജാത CB, എക്സൈസ് ഡ്രൈവർ സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. i4 ന്യൂസ് പാലാ.